അവിടുന്ന് വലിയ അത്ഭുതം നമ്മുടെ ഇടയിൽ നൽകിയിരിക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യം നിത്യമായി നമ്മുടെ കൂടെയുണ്ട്. അവൻ അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവൻ അവരോടൊപ്പം വസിക്കും എന്ന വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രവാചക വാക്യങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ദിവ്യകാരുണ്യത്തിൽ തന്നെ പങ്കുവെച്ചുകൊണ്ട് തൻ്റെ രൂപം പ്രദർശിപ്പിച്ചുകൊണ്ട് ദൈവം സാന്നിധ്യം അറിയിച്ച് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുക. ഈ പ്രത്യേകമായി തിരുനാളിൻ്റെ ദിവസം ഈശോ ദിവ്യകാരുണ്യത്തിൽ തൻ്റെ രൂപം നമുക്കായിട്ട് പങ്കുവെച്ചുകൊണ്ട് യുഗാന്തത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന ആ വാഗ്ദാനം പൂർത്തിയാക്കുന്നത് ഏതൊക്കെയോ വഴികളിലൂടെയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം നമ്മെ പഠിപ്പിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ ഈ വലിയ അത്ഭുതം നടന്ന തൊട്ട് അടുത്ത നാളുകളിൽ എനിക്കിവിടെ വരാൻ സാധിച്ചു. എൻ്റെ സതീർത്ഥനായ ബഹുമാനപ്പെട്ട മാത്യു വേങ്ങക്കുന്നേലച്ഛൻ ഇവിടെ വികാരിയായിരുന്നു. ഞാൻ അച്ഛൻ വികാരിയായിരുന്നപ്പോൾ ഇവിടെ വരാൻ സാധിച്ചു. പിന്നീട് വത്തിക്കാൻ ഔദ്യോഗികമായിട്ട് ഈ വലിയൊരു അത്ഭുതത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം വരുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു നൊവേനയും പ്രത്യേകമായിട്ടുള്ള അനുസ്മരണവും ആ ശതാബ്ദിയുടെ ആഘോഷങ്ങളെല്ലാം ഉണ്ടെന്ന്. ഒരു ദിവസം ദിവ്യബലി അർപ്പിക്കാൻ എന്നോട് അഭ്യർത്ഥിച്ചപ്പോൾ ഈ ഒരു ദിവസമായിരുന്നു എനിക്ക് ഫ്രീ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ദിവസം ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അവിടുന്ന് നമ്മുടെ രാജാവാണ്. ആ ക്രിസ്തു നമ്മുടെ രാജാവാണ് എല്ലാ കാലത്തും. 1924 ഈ 25 രാജ്യത്വം അത്ഭുതകരമായിട്ട് നമുക്കായിട്ട് വലിയ അത്ഭുതമായി രാജാവായിരുന്നു എന്നുള്ളത് വലിയ വിശ്വാസ പ്രഖ്യാപനം. അതിൻ്റെ ഒരു ശതാബ്ദിയാണ് നമുക്ക് നൽകിയ ഈ ഒരു നൂറ്റാണ്ടിൻ്റെ വലിയ വിശ്വാസം. അവിടുന്ന് നമ്മുടെ രാജാവാണ്. ആകാശത്തിൻ കീഴിൽ നമ്മുടെ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് രാജാവാണ്. നമ്മുടെ കുടിയേറ്റത്തിൻ്റെ ഒരു ജൂബിലിയാണ്. 1926 ആദ്യമായിട്ട് ഈ മലബാറിലേക്ക് ആളുകൾ ഔദ്യോഗികമായിട്ടൊരു കുടിയേറ്റത്തെക്കുറിച്ചുള്ള രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1926 ഒരു നൂറ്റാണ്ട് ആകുകയാണ്. ഈ ഒരു നൂറ്റാണ്ടിൽ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഈ വലിയ ദിവ്യകാരുണ്യ അത്ഭുതമെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുകയാണ്. മലബാറിലേക്ക് കടന്നു വരിക എന്നുള്ളത് മരണത്തിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതിന് സമാനമാണെന്ന് ആ നാളുകളിൽ എല്ലാവരും ഓർത്തിരുന്നു. കാരണം ഇവിടെ വന്ന് ധാരാളം ആളുകൾ മലമ്പനിയും മലമ്പാമ്പിനോടുമൊക്കെ നേരിട്ട് ജീവൻ ത്യജിച്ചിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 30-40 ആളുകളെ അവരുടെ മൃതസംസ്കാരം നടത്തിയിട്ടുണ്ട്. രേഖകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. കോളറ വന്ന്, വസൂരി വന്ന്, മറ്റു രോഗങ്ങൾ വന്ന് ചികിത്സിക്കാൻ സൗകര്യമില്ലാതെ ഒരു ഇടവകയിൽ തന്നെ 30-40 ആളുകൾ ഒരു ദിവസം തന്നെ മരിക്കുക എന്നുള്ളത് എത്രയോ ഭീതി ഉണ്ടാക്കുന്നതാണ്. അത്തരം ആ മേഖലകളിൽ ഒന്നും തളരാതെ ഒരു നൂറ്റാണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചപ്പോൾ നമ്മളുടെ വിശ്വാസ സമൂഹത്തിൽ ഈ മലബാറിലേക്ക് 1,00,000-ലധികം കുടുംബങ്ങൾ കടന്നു വന്നു. 7 രൂപതകളിലായിട്ട് ഇന്ന് നമ്മുടെ വിശ്വാസ സമൂഹം. നമുക്കേവർക്കും പ്രിയങ്കരനായ വള്ളപ്പള്ളി പിതാവിനെ അയച്ചുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു നേതൃത്വം ഈശോ നൽകി. അവിടുത്തെ ആ വലിയൊരു സഹായവും നേതൃത്വവും നമുക്ക് ലഭിച്ചതുകൊണ്ടാണ് ഈ കുടിയേറ്റ പ്രദേശം ഈ മലബാറിലേക്ക് കടന്നു വന്നത്. പിതാവിനുണ്ടായിരുന്ന ആഴമായ ദൈവാശ്രയ ബോധം, അത് പഠിപ്പിക്കുവാനുള്ള പിതാവിൻ്റെ തീക്ഷ്ണതയോടെയുള്ള സന്ദർശനങ്ങൾ, പഠനങ്ങൾ, ഒരു നൂറ്റാണ്ട് കുടിയേറ്റത്തിന് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച ഒരു ജനതയ്ക്ക് നൽകിയ വലിയ സമ്മാനമാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ ഒന്നുമില്ലാതിരുന്ന അവസരത്തിൽ ആശ്രയിച്ചത് ദിവ്യകാരുണ്യത്തെയാണ്, വിശുദ്ധ ബലിയാണ്.
അതിന് ദൈവം നൽകുന്ന വലിയ സമ്മാനമാണ്. നമുക്ക് കൃതജ്ഞതയുള്ളവരായിരിക്കാം. നമ്മയും മലബാറിലേക്കൊക്കെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് ഇന്ന് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള വളർച്ച നൽകി നമ്മെ കാത്തു പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് കൃതജ്ഞത അർപ്പിക്കാം. നമുക്ക് ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് മുമ്പിലായിരിക്കുമ്പോൾ അവിടുത്തെ മുൻപിൽ മോശ കുമ്പിട്ടാരാധിച്ചതുപോലെ നമുക്കും ഞങ്ങൾ പാപികളാണ്, യോഗ്യതയില്ലാത്തവരാണ്, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് ലഭിച്ചല്ലോ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിലാണ് അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചത്. ദിവ്യകാരുണ്യം എന്നുള്ള വാക്ക് തന്നെ നമുക്കറിയാം, കാരുണ്യമാണ്. ദൈവം എന്നും കാരുണ്യവാനാണ്. ആ കാരുണ്യത്തിൻ്റെ അടയാളമായിട്ട് ജൂബിലി ആഘോഷിക്കുകയാണ്. ഓരോ 25 വർഷവും സഭ ജൂബിലി ആഘോഷിക്കുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനമാണ് ആധാരമായിട്ടുള്ളത്. എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകിയ പിതാവായ ദൈവം അത്ര സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹം എന്തൊരു വലിയ കാരുണ്യമാണ്. ആ കാരുണ്യമാണ് എന്നും നിലനിൽക്കുന്നതെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പിതാവ് തൻ്റെ ഏകജാതനെ നൽകിയ ആ വലിയ സ്നേഹം, ആ കാരുണ്യം, അത് ദിവ്യകാരുണ്യമാണെന്ന് നമുക്കറിയാം. എന്നും നമ്മുടെ കൂടെ ആയിരിക്കാൻ, അതിൽ നമുക്ക് സംശയിക്കാൻ പാടില്ല, പ്രത്യാശ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ദൈവം എന്നും നമ്മുടെ ഇടയിൽ വസിച്ചുകൊണ്ട് അവിടുത്തെ ആയിരിക്കുക. കാരുണ്യമാണ് അവിടുന്ന്. ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ കാരുണ്യം മറന്നുകൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ ചുറ്റും നൃത്തം വെച്ചപ്പോൾ അതിനെയും കാരുണ്യത്തോടെ ക്ഷമിക്കാൻ ദൈവത്തിന് സാധിക്കുക. എന്തൊരു വലിയ ക്ഷമയാണ് ദൈവം അവിടെ പ്രദർശിപ്പിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നില്ലേ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികളെ മറന്നുകൊണ്ട് അന്യദേവന്മാരുടെയും ജീവിത രീതികളെയും പിന്നാലെ പോകുന്ന ഇസ്രായേൽ ജനതയോട് ക്ഷമിക്കുകയാണ്. വീണ്ടും മോശയെ മലയുടെ മുകളിലേക്ക് വിളിച്ചു വരുത്തി കൽപ്പന നൽകിക്കൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 6-ാം തിരുവചനം, ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമാണ്, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ദൈവം സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഇതിനപ്പുറത്തായിട്ട് ദൈവത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഈശോ കടന്നു വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപാണല്ലോ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയുടെ ജീവിതമെല്ലാം. അവിടെ ദൈവം പരിചയപ്പെടുത്തുന്നത് ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമാണ്, ഞാൻ ദിവ്യ കാരുണ്യമാണ്, ഞാൻ കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. അപ്പോൾ ദിവ്യകാരുണ്യം എത്ര അത്ഭുതകരമായിട്ടുള്ള ദിവ്യകാരുണ്യമാണ്. ഈ കാരുണ്യത്തെ, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ആരും ഒരിക്കലും സംശയിക്കാൻ പാടില്ല. അത് ദൈവത്തിന്, ഈശോയ്ക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഏത് പ്രതിസന്ധികളിലും പ്രത്യാശ നഷ്ടപ്പെട്ടവരാകരുത്. ഈ ഒരു ജൂബിലി വർഷത്തിൻ്റെ സന്ദേശവും പ്രത്യാശയാണല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ പ്രത്യാശയില്ലാതെ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നവർ, കലഹങ്ങളിലേക്ക് പോകുന്നവർ, കുടുംബ ബന്ധത്തെ നിസ്സാരമാക്കി കളയുന്നവർ ഓരോ ദിവസവും നമ്മൾ വേദനയോടെയല്ലേ വായിക്കുന്നത്. വലിയ സുവിശേഷ പ്രഘോഷകരൊക്കെയാണ്, മറ്റുള്ളവർക്കെല്ലാം ഉപദേശം നൽകുന്നവരാ. എന്നാൽ പ്രത്യാശയില്ലാതെ സ്വയം ഇല്ലാതായിത്തീരുന്ന ദുരന്തങ്ങൾ നമുക്ക് ആനുകാലിക സംഭവങ്ങളിലൂടെ വായിക്കുമ്പോൾ പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ് അത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരാകണം. യു ആർ എ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് ആഹ്വാനം ചെയ്തത്. പ്രത്യാശയുള്ളവരായിരിക്കണം. ഏത് പ്രതിസന്ധി ആകട്ടെ എപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരത്ഭുതവും കൂടി നമുക്കായിട്ട് അവിടുന്ന് നൽകിയത്. ദൈവം കാരുണ്യവാനാണ്. ആ ദൈവത്തിൻ്റെ കാരുണ്യത്തെ സംശയിക്കാൻ പാടില്ല. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം, മനുഷ്യരുടെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന വചനം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രോട്ടസ്റ്റന്റ് വിപ്ലവം 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ 1517 അവർ പഠിപ്പിച്ചു ഇഷ്ടം പോലെ ജീവിക്കാം. കാരണം
മനുഷ്യരുടെ ആഗ്രഹമോ പ്രയത്നമോ നമ്മുടെ പ്രയത്നമൊന്നുമല്ല. നമ്മൾ പ്രാർത്ഥിക്കൊന്നും വേണം, നമ്മുടെ പ്രയത്നമൊന്നുമല്ല. ദൈവത്തിൻ്റെ കരുണയാണ്, ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. പിന്നെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ. ഇതിനെ വളരെ വിശാലമായി വ്യാഖ്യാനിച്ച ആ ഒരു പ്രൊട്ടസ്റ്റന്റ് സമീപനത്തിന് എതിരായിട്ട് 1581 ജാൻസൺ എന്നൊരു വ്യക്തി, അദ്ദേഹം നിസ്സാരക്കാരനായിരുന്നില്ല. അദ്ദേഹം യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലൊന്നായ ബെൽജിയത്തെ ലുവൈൻ യൂണിവേഴ്സിറ്റിയുടെ റെക്ടറായിരുന്നു അദ്ദേഹം. ജാൻസൺ വിശുദ്ധ അഗസ്തീനോസിൻ്റെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇപ്രകാരം ഇതിനൊരു തിരുത്തൽ കൊടുത്തു. മനുഷ്യരുടെ ദൈവത്തിൻ്റെ ദയ അതൊക്കെ ശരി തന്നെ, പക്ഷേ പ്രൊട്ടസ്റ്റന്റുകാരെ തിരുത്തുന്നതിന് വേണ്ടിയാണ് ജാൻസൺ ആ തിയോളജി അവതരിപ്പിച്ചത്. എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കഠിനമായ തപശ്ചര്യകളിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ കാരുണ്യം സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. അതിനെ ജാൻസനിസം എന്നാണ് വിളിച്ചത്. ജാൻസനിസത്തെ സഭ അപ്പാടെ തള്ളിക്കളഞ്ഞു എന്ന് നമുക്കറിയാം. പക്ഷേ 2 നൂറ്റാണ്ടിലധികം ജാൻസനിസത്തിന് വലിയ സ്വാധീനം നമ്മുടെ സഭയിലുണ്ടായിരുന്നു. എന്നാൽ ദൈവം ജാൻസനിസത്തെ സ്വീകരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഒരു ദൈവശാസ്ത്രവുമായിട്ട് ആരും കടന്നു വരാൻ പാടില്ല. അത് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവം എങ്ങനെയാണ് ഈ ജാൻസനിസത്തെ പ്രതിരോധിച്ചത്? അത് നമുക്ക് വലിയ മാതൃകയായിട്ട് നൽകിയായി. ദിവ്യകാരുണ്യത്തിൻ്റെ നമ്മുടെ ഈ വലിയൊരു അത്ഭുതവും അതിന് നമ്മെ ശക്തി നൽകുകയാണ്, നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആശ്രയിക്കുക, പ്രത്യാശയുള്ളവരായിരിക്കുക. അവിടുന്ന് മരുഭൂമിയിൽ നിശബ്ദത ഓരിടുന്ന മണലാരണ്യത്തിൽ വന്ന് കണ്ടെത്തി വാരിപ്പുണർന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിചരിക്കും. നിയമാവർത്തന പുസ്തകം 32:10 നമ്മെ പഠിപ്പിക്കുന്നതല്ലേ. ദൈവം നമ്മൾ വഴിതെറ്റിപ്പോയി മരുഭൂമിയിലായാൽ മരുഭൂമി അനുഭവത്തിലും ഒരിക്കലും കൈവിടാതെ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും വാരിപ്പുണർന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിചരിക്കുന്ന ദൈവം, ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഒരു കാരണത്താലും ഒരിക്കലും ആരും സംശയിക്കാൻ പാടില്ല. സംശയിക്കുന്ന ദൈവത്തിന് ഇഷ്ടവും. അതുകൊണ്ട് ദൈവം എങ്ങനെയാണ് ഈ ജാൻസനിസത്തെ പ്രതിരോധിച്ചത്? അത് നമുക്ക് വലിയ മാതൃകയായിട്ട് നൽകിയായി. ദിവ്യകാരുണ്യത്തിൻ്റെ നമ്മുടെ ഈ വലിയൊരു അത്ഭുതവും അതിന് നമ്മെ ശക്തി നൽകുകയാണ്, നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആശ്രയിക്കുക, പ്രത്യാശയുള്ളവരായിരിക്കുക. അവിടുന്ന് മരുഭൂമിയിൽ നിശബ്ദത ഓരിടുന്ന മണലാരണ്യത്തിൽ വന്ന് കണ്ടെത്തി വാരിപ്പുണർന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിചരിക്കും. നിയമാവർത്തന പുസ്തകം 32:10 നമ്മെ പഠിപ്പിക്കുന്നതല്ലേ. ദൈവം നമ്മൾ വഴിതെറ്റിപ്പോയി മരുഭൂമിയിലായാൽ മരുഭൂമി അനുഭവത്തിലും ഒരിക്കലും കൈവിടാതെ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും വാരിപ്പുണർന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിചരിക്കുന്ന ദൈവം, ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഒരു കാരണത്താലും ഒരിക്കലും ആരും സംശയിക്കാൻ പാടില്ല. സംശയിക്കുന്ന ദൈവത്തിന് ഇഷ്ടവുമല്ല. അതുകൊണ്ട് അവിടുന്ന് അടയാളങ്ങളിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം എന്നും നമുക്ക് നൽകുന്നുണ്ട്. 1581 ജാൻസനിസം ശക്തിപ്പെട്ടു. എന്നാൽ അതേ നൂറ്റാണ്ടിൽ തന്നെ ആ നൂറ്റാണ്ടിൽ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് വേദപാരംഗതൻ കരുണയെക്കുറിച്ച് അദ്ദേഹം എഴുതുക, ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുക. സമയം അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിശദമായി പറയുന്നില്ല. നിങ്ങൾ ധ്യാനിച്ചാൽ മാത്രം മതി. എന്തൊരു അത്ഭുതമാണ്. വിസിറ്റേഷൻ സന്യാസ സമൂഹം അദ്ദേഹത്തിലൂടെ പരിശുദ്ധാത്മാവ് സ്ഥാപിക്കുക. വിസിറ്റേഷൻ സന്യാസ സമൂഹം, അതായത് ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, ദൈവം കാരുണ്യവാനാണെന്ന് ഇതിനെതിരായിട്ട് ഒരു നിസ്സാരക്കാരനല്ല, സഭയിലെ വേദപാരംഗതര 38 വേദപാരംഗതരിൽ ഒരാളാണ് ഫ്രാൻസിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. അദ്ദേഹം സന്യാസ സമൂഹം സ്ഥാപിക്കുകയാണ്. അതായത് ദൈവം സ്ഥാപിക്കുകയാണ് ഒരു സന്യാസ സമൂഹത്തെ, വിസിറ്റേഷൻ. അതിനോട് ചേർന്ന് എങ്ങനെയാണ് ആ കാരുണ്യം, ദിവ്യകാരുണ്യം എല്ലാവരിലേക്കും എത്തേണ്ടത്? 1672 മുതൽ 75 വരെ 2 വർഷം നിരന്തരമായിട്ട് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ എന്തെന്ത് അത്ഭുതങ്ങളാണ്. തിരുഹൃദയം അത് ദിവ്യകാരുണ്യമാണ്. തിരുഹൃദയത്തെക്കുറിച്ചാണ് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇന്ന് നമ്മുടെ എല്ലാ വീടുകളിലും തിരുഹൃദയത്തിൻ്റെ ചിത്രമുണ്ടല്ലോ, തിരുഹൃദയത്തിൻ്റെ ജപമാല നമുക്കുണ്ടല്ലോ, തിരുഹൃദയത്തിൽ എത്രയോ പ്രാർത്ഥനകൾ.
എല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ 17-ാം നൂറ്റാണ്ടിൽ ഈ വിസിറ്റേഷൻ സന്യാസ സമൂഹത്തിലെ ഒരു സന്യാസിനിയിലൂടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമാണെന്നുള്ള സന്ദേശം എല്ലാവരിലേക്ക് എത്തുമ്പോൾ അങ്ങ് മുകൾ മുതൽ ഏറ്റവും അടിത്തട്ട് വരെ സാധാരണക്കാരിലേക്ക് എത്തുകയാണ് കാരുണ്യത്തിൻ്റെ, തിരുഹൃദയത്തിൻ്റെ വലിയ ഭക്തി. അത് എത്രയോ അത്ഭുതകരമാണ്. അത് നമ്മെ പഠിപ്പിക്കുക. അത് പക്ഷേ ഇത് സാധാരണക്കാരിലേക്കാണ് നിന്നത്. ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ, ഇൻ്റലക്ച്വൽ തലത്തിൽ അത് നിന്നില്ല. അതുകൊണ്ട് എന്ത് ദൈവം ഈ കാരുണ്യം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി 17-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ അൽഫോൻസ് ലിഗോരി അദ്ദേഹത്തിൻ്റെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള ചെറിയ പുസ്തകം, ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രിൻ്റ് ഉണ്ടായിട്ടുള്ളത് ആ പുസ്തകത്തിനാണ്. ചെറിയ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. പക്ഷെ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് ദൈവശാസ്ത്ര മേഖലകളിൽ പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവം അയച്ചു മറ്റൊരു വേദപാരകൻ, വിശുദ്ധ അൽഫോൻസ് ലിഗോരി. എന്ത് അത്ഭുതമായിട്ടാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കേണ്ടത്. അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. 1873 ഒരു വിശുദ്ധയ്ക്ക് ജന്മം നൽകുകയാണ് ദൈവം. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരിയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ. അവൾ 24 വയസ്സ് വരെ ജീവിച്ചു. വെറും 9 കൊല്ലമേ മഠത്തിൽ ജീവിച്ചുള്ളൂ. തൻ്റെ ജീവിതാനുഭവങ്ങൾ 3 ഭാഗങ്ങളായിട്ട് വെറുതെ ഒരു പുസ്തകത്തിൽ കോറിയിട്ടു. അല്ലെങ്കിൽ ദൈവം അത് പരിശുദ്ധാത്മാവ് വഴി എഴുതാൻ പ്രേരിപ്പിച്ചു, സുപ്പീരിയേഴ്സ് വഴി എഴുതാൻ പ്രേരിപ്പിച്ചു. ഇന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ എവിടെ നിൽക്കുന്നു? പഠിപ്പിച്ച ഒരു കാര്യമേ ഉള്ളൂ, ദിവ്യകാരുണ്യം. ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ എന്നും ഒരു ശിശുവാണ്. യേശുവിൻ്റെ മടിത്തട്ടിലെ ശിശുവായി ആ മടിയിൽ ഞാൻ എന്നും ഉറങ്ങും. അവിടുത്തെ കാരുണ്യമാണ് എന്നെ നയിക്കുന്നത്. എന്ത് അത്ഭുതമായിട്ടാണ് കാരുണ്യം. അതുകൊണ്ട് ഒരു കൊച്ചു പെൺകുട്ടിയിലൂടെ ദൈവം സന്ദേശം എത്തിക്കുകയാണ്, ദൈവത്തിൻ്റെ കാരുണ്യത്തെ നിങ്ങൾ സംശയിക്കരുതേ എന്ന്. അവിടെ കൊണ്ടും ദൈവം അവസാനിപ്പിക്കുന്നില്ലല്ലോ. 1910 മദർ തെരേസ കിഴക്കൻ യൂറോപ്പിൽ ജീവിക്കുന്നു. ഈ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയായിട്ട് 18-ാമത്തെ വയസ്സിൽ ഇവിടെ എത്തി. ഡാർജിലിംഗിലെ ഒരു മഠത്തിൽ അധ്യാപികയായിട്ട് ജീവിക്കുന്നേ. അവളെ ദൈവം അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. വെറും 5 രൂപ കൊണ്ട് പുറത്തു വന്ന ആ പാവപ്പെട്ട സന്യാസിനിയെ കൽക്കട്ടയിലെ തെരുവോരത്തിലേക്ക് ഇറക്കി വിട്ട് അവളെ ലോകത്തിൻ്റെ അമ്മയായി നൊബേൽ സമ്മാനം നേടുന്നത് വരെ എത്തിച്ചില്ലേ ദൈവത്തിൻ്റെ കാരുണ്യം. എന്തൊരു അത്ഭുതം! ആർക്കാണ് സംശയിക്കാൻ കഴിയുക? ആർക്കും സംശയിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ കരുണ അതാണ്. ദൈവം അവിടെ കൊണ്ടും അവസാനിപ്പിക്കുന്നില്ല. 1905 വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ജന്മം നൽകുകയാണ്. ഒന്നുമില്ല, 25 മഠങ്ങളുടെ വാതിക്കൽ പോയി മുട്ടിയിട്ട് ഇവിടെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ച് അവരാരും സ്വീകരിക്കാതെ അക്ഷരജ്ഞാനമില്ലാതിരുന്ന വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ദൈവമെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു കരുണയുടെ ഒരു സന്ദേശം. കരുണയുടെ ചിത്രമില്ലാത്ത വീടേതാണ്? കരുണക്കൊന്ത ചെല്ലാത്ത ആളുകളാരാണ്? കരുണയുടെ വിശുദ്ധിയിലൂടെ നമുക്ക് നൽകിയ സന്ദേശങ്ങൾ എന്തെന്ത് അത്ഭുതമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. എത്രയോ മനോഹരമാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പാഠങ്ങൾ. ഒരിക്കലും നമ്മൾ സംശയിക്കരുത്, പ്രത്യാശയുള്ളവരായിരിക്കണം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ ഡയറിയിൽ എഴുതി, പേജുകൾ 100 കണക്കിന് പേജുകളിൽ എഴുതിയപ്പോൾ 1958 ആ പേജുകളിൽ ദൈവശാസ്ത്രം കൃത്യതയോടുകൂടെ കോറിയിട്ടില്ല, വരച്ചിട്ടിട്ടില്ല, തെറ്റുകളുണ്ടെന്ന് പറഞ്ഞ് വത്തിക്കാൻ അതിനെ ബ്ലോക്ക് ചെയ്തു. അതേ വർഷം തന്നെ ക്രാക്കോവിൽ ഒരു സഹായമെത്രാനും ദൈവം ജന്മം നൽകുകയാണ്. ജോൺ പോൾ 2 മാർപ്പാപ്പ കരോൾ വോയിറ്റ അവിടുത്തെ സഹായമെത്രാനായി. 65 അവിടുത്തെ ആർച്ച് ബിഷപ്പായി. ആ വത്തിക്കാൻ ഈ ഡയറി, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി, കാരുണ്യത്തിൻ്റെ മഹാസാഗരം തന്നെ അക്ഷരജ്ഞാനമില്ലാതിരുന്ന ഒരു പാവപ്പെട്ട സന്യാസിനിയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തിയപ്പോൾ, അധികാരികതകൾ ബ്ലോക്ക് ചെയ്തപ്പോൾ ദൈവം അതിനും മുകളിൽ പ്രവർത്തിക്കുന്ന രീതി എന്തെന്ത് അത്ഭുതമാണ്. നമ്മുടെ വിശ്വാസത്തെ എത്ര ശക്തിപ്പെടുത്തേണ്ടതാണ്. അവിടെ നിന്ന് 1978 റോമിലേക്ക് എത്തുകയല്ലേ ക്രാക്കോവിലെ ആർച്ച് ബിഷപ്പ് കാർഡിനൽ. റോമിലേക്ക് ദൈവം കൊണ്ടുവരിക. ആദ്യമായിട്ട് ഇറ്റലിക്ക് പുറത്തു നിന്ന് ഒരാൾ കടന്നു വരിക. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കടന്നു വരുമ്പോൾ 81 വെടിയേറ്റു. മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, യഥാർത്ഥത്തിൽ ഞാൻ ഡയറി മുഴുവനും വായിച്ചത് വെടിയേറ്റ് ആശുപത്രിയിലായിരിക്കുമ്പോൾ വിശ്രമത്തിലുണ്ടായിരുന്ന 3 മാസമാണ്. പിന്നീട് നടന്നത് എന്താണെന്ന് നമുക്കറിയാം. ആ വിശുദ്ധ ഫൗസ്റ്റീനയെ
ഇങ്ങനെ ആ ഡയറിയുടെ തടസ്സങ്ങൾ നീക്കിയെന്ന് മാത്രമല്ല, 2000 വിശുദ്ധയായിട്ട് അവരെ ഉയർത്തിയതോടൊപ്പം തന്നെ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച കരുണയുടെ ഞായറായിരിക്കണം എന്നുകൂടെയുള്ള വലിയ ഔദ്യോഗിക പ്രഖ്യാപനമല്ലേ മാർപ്പാപ്പ നടത്തിയത്. നമുക്ക് എവിടെയാണ് സംശയിക്കാനുള്ളത്? ദൈവത്തിൻ്റെ കാരുണ്യം അത് നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത് എന്ന് അടിവിരട്ടുകൊണ്ട് നമ്മോട് ആഹ്വാനം ചെയ്തുകൊണ്ട് അവിടുന്ന് വീണ്ടും കടന്നു വരികയാണ് ദിവ്യകാരുണ്യത്തിൻ്റെ മഹാ അത്ഭുതമായിട്ട്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ, യാചിക്കേണ്ടത്. കോപത്തോടുകൂടെ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ, കോപത്തോടുകൂടെ ഞങ്ങളെ ശാസിക്കരുതേ, ഞങ്ങൾ ദുർബലരാണ്, നീ കാരുണ്യവാനും കൃപാനിധിയുമാണല്ലോ, കോപിക്കുന്നതിൽ വിമുഖൻ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണമേ. അപ്പോൾ നമുക്ക് തിരുനാൾ ആഘോഷിക്കുമ്പോൾ, അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ, ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ മനസ്സിൽ പ്രത്യാശയുള്ളവരായിരിക്കണം. മരുഭൂമിയിൽ നമ്മെ കാത്തിരിക്കും, നമുക്ക് മുൻപേ പോകും, നമുക്ക് പിൻകാവൽക്കാരനായിരിക്കും. നമ്മൾ തിടുക്കം കൂട്ടേണ്ട ആവശ്യമേ ഇല്ല. അവിടുന്ന് നമ്മെ പരാജയപ്പെടുത്തുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അത് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണെന്ന് നമുക്കറിയാം. അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം. ഈ വലിയൊരു അത്ഭുതം, ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതം നമുക്ക് നൽകുന്ന സന്ദേശം മറ്റൊന്നുമല്ല, പ്രത്യാശയുള്ളവരായിരിക്കണം. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, തളരരുത്. ദൈവം കൂടെയുണ്ട്. അത് അവിടുന്ന് അടയാളങ്ങളിലൂടെ നമ്മെ ശക്തിപ്പെടുത്തുകയാണ്, നമ്മുടെ പ്രതിസന്ധികളിൽ നാം കൂടെ ആയിരിക്കാൻ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശ്വാസമുള്ളവരായിരിക്കാം. നിരവധി മേഖലകളിലുള്ള പ്രതിസന്ധികൾക്ക് ഉത്തരം ദൈവം തന്നെ കണ്ടെത്തി നമുക്ക് നൽകും എന്ന് മാത്രം. ഒന്നേ ഉള്ളൂ, വിശ്വസ്തയോടുകൂടി വിശുദ്ധിയിൽ ജീവിക്കുക. ആ വലിയൊരു സന്ദേശം ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുകയാണ് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ അത്ഭുതം. നമുക്കത് സാധ്യമാകട്ടെ. മലബാറിന്, ഈ കുടിയേറ്റ ജനതയ്ക്ക് ദൈവം നൽകിയ ഇതിൽ കൂടുതൽ വലിയൊരു അത്ഭുതം നമുക്ക് മറ്റെന്തുണ്ട്? അത് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു അത്ഭുതമാണ്.